എന്തു പറ്റി? ആരാത്? അതാണ് ദിവ്യ. ആണോ? ഓ, ഷീസ് വെരി പ്രിറ്റി. കൂടെയുള്ളത് ബ്രദർ ആണോ? അല്ല, അവൾ ഒറ്റമോളാ. പിന്നെ അറിയില്ല. ഇതെങ്ങനെയൊക്കെ അവസാനിക്കുമെന്ന് എന്റെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. ഞാൻ കൊതിച്ചത് എനിക്ക് കിട്ടിയില്ല. ഇനി ആരുടെ കൂടെ ജീവിച്ചാലും എനിക്കൊന്നുമില്ല. ദിവ്യ, നീ വിചാരിക്കുന്ന പോലെ ഒന്നും ഉണ്ടായിട്ടില്ല. ഇനി അതൊന്നും പറയണ്ട. എല്ലാം തീരുമാനിച്ചു കഴിഞ്ഞു. അധികാരത്തോടുള്ള അച്ഛന്റെ ഇഷ്ടം അറിയാലോ. MLA-യേക്കാൾ സേഫായ ഒരു IAS ഉദ്യോഗസ്ഥനെയാ അച്ഛൻ എനിക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇനി അയാളുടെ കൂടെ യന്ത്രം പോലൊരു ഭാര്യയായി ഞാൻ ജീവിച്ചു തീർക്കും. പോട്ടെ. അവളെ എനിക്ക് ശരിക്കും ഇഷ്ടമായിരുന്നെന്ന് ഇപ്പോഴാ മനസ്സിലായത്. ഏറ്റവും അടുത്താളെ നഷ്ടപ്പെടുമ്പോ വേദനിക്കും. അപ്പൊ ഈ ലോകത്ത് മറ്റാരും ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അവരെ പറ്റി ഓർക്കണം. അപ്പൊ ഇതെല്ലാം സഹിക്കാനുള്ള മനക്കരുത്ത് കിട്ടും. മറ്റുള്ളവരുടെ വേദന എനിക്ക് മനസ്സിലാവും. അതുകൊണ്ടാണ് ഞാനൊരു പൊതുപ്രവർത്തകനായത്. ആവശ്യമില്ലാതെ ആ പാവത്തിന് ഒരുപാട് വിഷമിപ്പിച്ചു. അത് വിട്, മാഡം ഇനി അതും കൂടെ ഓർത്ത് മൂടുകളയണ്ട. ശിവരാമേട്ടനോ? ഹലോ. ആ, അതെയോ? ശരി ശരി, ഞാൻ വിളിക്കാം. ആ, ഒലുവക്കോട് റെയിൽവേ കോളനിയിലെ അന്നത്തെ 16 വയസ്സുകാരി പെൺകുട്ടി തുളസി ഇന്നൊരു ഡോക്ടറാ. ഒരു ആയുർവേദ ഡോക്ടർ. തിരുമേനി, ഇന്ദുകാന്തകൃതം ഉണ്ടാക്കി കഴിഞ്ഞോ? അതിനുള്ള കഷായം റെഡിയായിക്കൊണ്ടിരിക്കുക. അപ്പോ തിരുമേനി അവിടെ വേണ്ടേ? അല്ല, ഞാനിപ്പോ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. കഷായം 8-1 കുറുകണം. നിങ്ങൾ ഇവിടെ നിന്ന് അതാരാ നോക്ക്? അല്ല, ഞാൻ നോക്കിക്കോളാം. അതും ഇതും ആലോചിച്ച് നിൽക്കരുത്. ധാര ചെയ്യുമ്പോ പേഷ്യന്റ് ഉറങ്ങാതെ നോക്കണം. ഞാൻ ഉറങ്ങണില്ല ഡോക്ടർ. നിങ്ങളോടല്ല പറഞ്ഞത്, ഇവിടെയാ. സോറി. വൈഷ്ണവ്, നിക്കവിടെ. നിന്റെ അമ്മയുടെ വല്ല പോലീസിലോ പട്ടാളത്തിലോ ചേരാൻ പറയടാ. വൈഷ്ണവ്, നാളെ നിനക്ക് എക്സാം അല്ലേ? മോഡലല്ലേ മേ, പബ്ലിക് എക്സാം ഒന്നും അല്ലല്ലോ. മോഡലായാലും പബ്ലിക് ആയാലും എക്സാം ഈസ് എക്സാം. പോയിരുന്ന് പഠിക്കേ. എപ്പോ നോക്കിയാലും പഠിക്കും. എന്താ? ഒന്നുമില്ല. അത് ശരി. കുതിര വെട്ടിയില്ലേ? കാണിച്ചുതരാം. ജിതിൻ, പനിയുള്ളപ്പോഴാണോ വെയിലത്തിരുന്ന് കളിക്കുന്നേ? അമ്മയല്ലേ പറഞ്ഞ വെയിൽ കൊണ്ടാലേ വിറ്റാമിൻ ഡി കിട്ടൂന്ന്. പനിക്കുമ്പോഴാണോ വൈറ്റമിൻ ഡി? പനി മാറിയല്ലോ. ആയുർവേദ മരുന്ന് കഴിച്ചാ പനി മാറില്ലെന്ന് ഇവിടെ ചില ഇംഗ്ലീഷ് ഡോക്ടർമാർ പറഞ്ഞിരുന്നു. ആയുർവേദ മഹാശ്ചര്യം ഇല്ലേടാ. ഡോക്ടർക്കൊരു പേഷ്യന്റ് ഉണ്ട്. OP ടൈം കഴിഞ്ഞല്ലോ. ഒറ്റയൊന്നിനും സമയനിഷ്ഠയില്ല. നടക്ക്. അച്ഛൻ എനിക്ക് പാരസെറ്റമോൾ ടാബ്ലറ്റ് തന്ന കാര്യം ഞാൻ അമ്മയോട് പറയട്ടെ? അയ്യോ, നിന്റെ അമ്മ എന്നെ സ്ഫുടം ചെയ്തു കളയും.